പ്രപ്പോസിഷൻ ഓൺ. ഈ പ്രപ്പോസിഷൻ്റെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപയോഗം എന്തിൻ്റെയെങ്കിലും മുകളിൽ, എന്തിൻ്റെയെങ്കിലും പുറത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് നോക്കാം. നിൻ്റെ ഫോൺ മേശപ്പുറത്തുണ്ട്. നിൻ്റെ ഫോൺ മേശയുടെ പുറത്തുണ്ട്. യുവർ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. യുവർ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. അദ്ദേഹം ബെഞ്ചിലിരുന്നു. അദ്ദേഹം ബെഞ്ചിലിരുന്നു. ഹി സാറ്റ് ഓൺ ദ ബെഞ്ച്. ഹി സാറ്റ് ഓൺ ദ ബെഞ്ച്. അവളുടെ പേര് പേപ്പറിൽ എഴുതി. പേപ്പറിൻ്റെ പുറത്താണല്ലോ എഴുതുന്നത്. ഷീ റോട്ട് ഹർ നെയിം ഓൺ ദ പേപ്പർ. ഷീ റോട്ട് ഹർ നെയിം ഓൺ ദ പേപ്പർ. ഇൻ ദ പേപ്പർ അല്ല കേട്ടോ. ഷീ റോട്ട് ഹർ നെയിം ഓൺ ദ പേപ്പർ. ഇനി ദിവസങ്ങളുടെ കാര്യം നമ്മൾ പറയുമ്പോഴും ഓൺ ഉപയോഗിക്കും. നമുക്ക് ശനിയാഴ്ച കാണാം. ലെറ്റ്സ് മീറ്റ് ഓൺ സാറ്റർഡേ. ലെറ്റ്സ് മീറ്റ് ഓൺ സാറ്റർഡേ. ഞാൻ ഞായറാഴ്ച ഫ്രീ ആണ്. ഐ എം ഫ്രീ ഓൺ സൺഡേ. ഐ എം ഫ്രീ ഓൺ സൺഡേ. അവൾ വ്യാഴാഴ്ചകളിൽ ജിമ്മിൽ പോകാറുണ്ട്. ഷീ ഗോസ് ടു ദ ജിം ഓൺ തേഴ്സ്ഡേയ്സ്. ഷീ ഗോസ് ടു ദ ജിം ഓൺ തേഴ്സ്ഡേയ്സ്. നീ ബുധനാഴ്ച എവിടെയാണ് പോയത്? Where did you go on Wednesday? Where did you go on Wednesday? നമുക്ക് തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്. We have a meeting on Monday. We have a meeting on Monday. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. There is a meeting on Monday afternoon. There is a meeting on Monday afternoon. തിങ്കളാഴ്ച ഉച്ചയ്ക്ക്. അതുപോലെ കൃത്യമായ ഒരു ദിവസം പറയുമ്പോഴും ഓൺ ഉപയോഗിച്ചാണ് പറയാറ്. ക്രിസ്മസ് ദിവസം ഞങ്ങൾ വീട്ടിലുണ്ടാവും. We'll be at home on Christmas Day. We'll be at home on Christmas Day. ഒരു വെള്ളിയാഴ്ചയാണ് അവൾ മരിച്ചത്. She died on a Friday. She died on a Friday. കൃത്യമായ തീയതി പറയുമ്പോഴും ഓൺ ഉപയോഗിക്കും. അതും കൃത്യമായ ദിവസം തന്നെയാണ്. ഞാൻ ജനിച്ചത് ജൂലൈ 31-നാണ്. I was born on July 31st. I was born on July 31st. അല്ലെങ്കിൽ I was born on 31st July. I was born on 31st July. പരീക്ഷ സെപ്റ്റംബർ 1-നാണ്. കൃത്യമായ ദിവസം, കൃത്യമായ ഡേറ്റ് ആണ് ഈ പറയുന്നത്. The exam is on September 1st. The exam is on September 1st. അവൻ ജനിച്ചത് പുതുവർഷ ദിവസമാണ്. അതും കൃത്യമായ ദിവസമാണല്ലേ. He was born on New Year's Day. He was born on New Year's Day. എൻ്റെ ബർത്ത്ഡേക്ക് അവൾ ഒരു കാർഡ് അയച്ചു. She sent a card on my birthday. She sent a card on my birthday. അവൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജിമ്മിൽ പോകാറുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങൾ, അതും കൃത്യമായി തന്നെ പറയുന്നത് കൊണ്ടായിരിക്കണം അതിൻ്റെ പിന്നിലും ഓൺ ഉപയോഗിക്കാറുണ്ട്. She goes to the gym on alternate days. She goes to the gym on alternate days. നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാം. അവിടെ നമ്മൾ ലെറ്റ്സ് ഗോ ഓൺ നെക്സ്റ്റ് സൺഡേ എന്ന് പറയില്ല. അടുത്ത ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഗോ നെക്സ്റ്റ് സൺഡേ എന്ന് പറയാം. അല്ലെങ്കിൽ ഞായറാഴ്ച പോകാം എന്നാണെങ്കിൽ ലെറ്റ്സ് ഗോ ഓൺ സൺഡേ എന്ന് പറയാം. അടുത്ത ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അവിടെ ഓൺ ചേർക്കേണ്ട കാര്യമില്ല. ലെറ്റ്സ് ഗോ ഓൺ നെക്സ്റ്റ് സൺഡേ എന്ന് പറയണ്ട കേട്ടോ. ലെറ്റ്സ് ഗോ നെക്സ്റ്റ് സൺഡേ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച അവൾ എന്നെ വിളിച്ചു.
ഹി കോൾഡ് മീ ഓൺ ലാസ്റ്റ് സൺഡേ എന്ന് പറയില്ല. ഹി കോൾഡ് മീ ലാസ്റ്റ് സൺഡേ. ഹി കോൾഡ് മീ ലാസ്റ്റ് സൺഡേ അങ്ങനെ പറയുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച അവൻ എന്നെ വിളിച്ചു. ഇനി അടുത്തത് നമ്മൾ ഓരോ ഫ്ലോറുകൾ പറയില്ലേ, ഒന്നാമത്തെ നില, രണ്ടാമത്തെ നില, ഏറ്റവും താഴത്തെ നില, അങ്ങനെയൊക്കെ പറയുമ്പോഴും ഓൺ പറയാറുണ്ട്. ഓഫീസ് മൂന്നാമത്തെ നിലയിലാണ്. The office is on the third floor. The office is on the third floor. ഞാൻ ഒന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. I live on the first floor. I live on the first floor. ഏറ്റവും താഴത്തെ നിലയ്ക്ക് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയും. ഓക്കെ, അതിന് തൊട്ട് മുകളിലത്തെ നിലയാണ് ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഞാൻ ഒന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. I live on the first floor. ലൈബ്രറി താഴത്തെ നിലയിലാണ്. The library is on the ground floor. The library is on the ground floor. നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടില്ലേ, ജി എന്ന് എഴുതിയേക്കുന്നത് ഏറ്റവും താഴത്തെ നിലയായിരിക്കും. ജി, ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, ഇനി നമ്മളുടെ ബോഡി പാർട്സ് അതിനെ മെൻഷൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടും അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഓൺ പറയാറുണ്ട്. അവളുടെ താടിക്ക് ഒരു മറുകുണ്ട്. She has a mole on her chin. She has a mole on her chin. On her chin. അവൻ്റെ കാലിൽ ഒരു നായ കടിച്ചു. A dog bit him on his leg. കടിക്കുക എന്നുള്ളതിന് ബൈറ്റ് എന്ന് പറയും. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിറ്റ്. A dog bit him on his leg. അവൻ്റെ കാലിൽ, ഓൺ ഹിസ് ലെഗ്. അവൻ്റെ കാലിന് ഒരു ചതവുണ്ട്. There is a bruise on his leg. There is a bruise on his leg. Bruise അല്ല കേട്ടോ, ചിലരൊക്കെ അങ്ങനെ വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. There is a bruise അല്ല, there is a bruise on his leg. ചതവ്. അവൻ്റെ നെറ്റിയിൽ ഒരു പാടുണ്ട്. There is a scar on his forehead. പാടിന് സ്കാർ എന്ന് പറയും. എന്തെങ്കിലും ഇടിച്ചതിന് ശേഷം മുറിവുണ്ടായി പിന്നെ ഉണങ്ങി കുറേ കാലങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ ശേഷിക്കുന്ന ആ പാട്, അതിന് സ്കാർ എന്ന് പറയും. There is a scar on his forehead. Forehead നെറ്റിക്കാണ് പറയുന്നത്. There is a scar on his forehead. ഇനി ഡയറക്ഷൻ പറയാനും ദിശ കാണിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ടും ഓൺ ഉപയോഗിക്കും. എതിർവശത്താണ് സ്കൂള്. The school is on the opposite side. The school is on the opposite side. പടിഞ്ഞാറ് ഭാഗത്താണ് ഫാർമസി. The pharmacy is on the west side. The pharmacy is on the west side. റോഡിൻ്റെ മറുവശത്താണ് ബസ് സ്റ്റോപ്പ്. The bus stop is on the other side of the road. The bus stop is on the other side of the road. റോഡിൻ്റെ അങ്ങേ വശത്താണ് ബസ് സ്റ്റോപ്പ്. വലതുവശത്താണ് പലചരക്ക് കട. പലചരക്ക് കട, ഗ്രോസറി സ്റ്റോർ. The grocery store is on the right. The grocery store is on the right. മൂലയ്ക്കാണ് ബാങ്ക്. അതായത് റോഡിൻ്റെ മൂലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മൂലയ്ക്കാണ് ബാങ്ക്. The bank is on the corner. The bank is on the corner. ഇനി നമ്മൾ ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന് അവൻ്റെ വകയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ചെലവ് ഇവൻ്റെ വകയാണ് അങ്ങനെയൊക്കെ പറയാറില്ലേ. ഇന്ന് രാത്രിയിലെ ഡിന്നർ അവൻ്റെ വകയാ. Dinner is on him tonight. Dinner is on him tonight. ഇന്നത്തെ ചെലവ് എൻ്റെ വകയാണ്. ഇന്നത്തെ ബില്ല് ഞാനാ കൊടുക്കുന്നത്. ഓക്കെ, The bill is on me today. The bill is on me today. ലഞ്ച് കമ്പനി വകയാണ്. ലഞ്ച് ചായയാണ് അവിടെ കേൾക്കണ്ടേ, അല്ലാതെ ലഞ്ച് അല്ല. ഇഞ്ചി എന്ന് പറയുന്ന ആ ഒരു സ്വരമല്ല കേൾക്കേണ്ടത്. ഓക്കെ, ലഞ്ച് ച. അതുപോലെ കമ്പനിയാണ്, കമ്പനി. കമ്പനി അല്ല, ഇമ്പ അല്ല, ഇമ്പ അല്ല ഉപയോഗിക്കേണ്ടത്, കമ്പനി. ഓക്കെ, ലഞ്ച് കമ്പനി വകയാണ്. Lunch is on the company. Lunch is on the company. ഇനി ഓരോ പേജ് സൂചിപ്പിക്കാനും ഇന്ന പേജിലാണ്
എന്ന് സൂചിപ്പിക്കാനും ഓൺ ഉപയോഗിക്കാറുണ്ട്. പദ്യം 10ാം പേജിലാണ്. The poem is on page 10. The poem is on page 10. അല്ലെങ്കിൽ on the 10th page. The poem is on the 10th page. അങ്ങനെയും പറയാം. ഉത്തര സൂചിക ആൻസർ കീ 35ാം പേജിലാണ്. The answer key is on page 35. The answer key is on page 35. അല്ലെങ്കിൽ The answer key is on the 35th page. The answer key is on the 35th page. അങ്ങനെയും പറയാം. ചിത്രം 22ാം പേജിലാണ്. ചിത്രം പിക്ചർ അല്ലെങ്കിൽ ഇമേജ്. The picture is on page 22. The picture is on page 22. അല്ലെങ്കിൽ the picture is on the 22nd page. The picture is on the 22nd page. നിർദ്ദേശങ്ങൾ 2ാം പേജിലാണ്. നിർദ്ദേശങ്ങൾ instructions. The instructions are on page 2. The instructions are on page 2. അല്ലെങ്കിൽ the instructions are on the 2nd page. The instructions are on the 2nd page. അപ്പോൾ that's all for today. Thanks for watching. Keep learning English. Keep practicing English. Please like, comment and subscribe to my channel for more videos. Thank you.